എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ ഡെമോ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒന്നാമത്തേത് ഞാൻ പറഞ്ഞല്ലോ 3-4 ഉണ്ട്. ആ 3-4 പാറ്റേൺ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ 3-4 പാറ്റേണിൻ്റെ ആ പെട്ടി വരയ്ക്കുന്ന ആ ടേബിൾ വരയ്ക്കുന്ന ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എക്സാമിന് സ്മൂത്തായിരിക്കും. പിന്നെ ഇതിനകത്ത് ഞാൻ 2 ഡെമോ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അതിനകത്ത് വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് പോയാൽ മതി. ശരി, ഇപ്പം ആൻ എപ്പിസൈക്ലിക് ഗിയർ ആണ്. കൺസിസ്റ്റ് ഓഫ് 3 ഗിയർ, 3 ഗിയർ ഉണ്ട്. ഒരു കാര്യം കൂടെ, നമുക്ക് ക്വസ്റ്റ്യന് മിക്കപ്പോഴും ഫിഗർ തരും. ഫിഗർ തരാതെ ഒന്നും ഇരിക്കത്തില്ല, മിക്കതിന് ഫിഗർ തരും. ചില കേസിൽ തരാതൊക്കെ ഇരിക്കാം. അപ്പോൾ എന്നിരുന്നാലും ഒരു ഐഡിയ കാണുമല്ലോ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പാച്ചപ്പ് ചെയ്യാൻ നോക്കിക്കൊള്ളുക. ഇപ്പോൾ ഇതിനിപ്പം ഫിഗറിൻ്റെ ആവശ്യമില്ല, ഇത് വായിച്ചിട്ട് തന്നെ നമുക്കത് എടുത്ത് എഴുതാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അപ്പോൾ ആ ലെവലിൽ കിട്ടുന്നുണ്ടോ നോക്കിക്കൊള്ളുക. ശരി, ആൻ എപ്പിസൈക്ലിക് ഗിയർ കൺസിസ്റ്റ് ഓഫ് 3 ഗിയേഴ്സ് എ, ബി ആൻഡ് സി. അപ്പോൾ എന്തോന്ന് മനസ്സിലായി? ഒരു 3 ഗിയർ ഉണ്ട്. ഒരു 3 ഗിയർ ഉണ്ട്. അതെങ്ങനെയാ? എ ഹാസ് 72 ഇന്റേർണൽ ടീത്ത്. ഇന്റേർണൽ ടീത്ത് എന്ന് പറയുമ്പോൾ ഒരെണ്ണം വലുതായിരിക്കും, അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം എ എന്ന് പറയുന്നത് വലുതായിരിക്കും, 72 ഇന്റേർണൽ ടീത്ത്. ആൻഡ് ഗിയർ സി ഹാസ് 4 എക്സ്റ്റേണൽ ടീത്ത്. ഗിയർ സി എന്ന് പറയുന്നതിന് 44 എക്സ്റ്റേണൽ ടീത്ത് ഉണ്ട്. ഓക്കെ, അപ്പം ഗിയർ സി ആണ് അകത്തിരിക്കുന്ന സാധനം. ഗിയർ ബി മെഷസ് വിത്ത് ടീത്ത് എ ആൻഡ് സി. അപ്പം എയിനെയും സിനെയും കൂടെ എന്തോന്ന് മെഷ് ചെയ്യുന്നുണ്ട്? വേറൊരു ഗിയർ മെഷ് ചെയ്യുന്നുണ്ട്, അതിനാണ് ബി. ആൻഡ് ഇസ് ക്യാരിഡ് ഓൺ ആൻ ആം EF. EF ആയിട്ട് അതിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. വിച്ച് റൊട്ടേറ്റ്സ് അബൌട്ട് ദ സെൻറ്റർ ഓഫ് എ. എയുടെ സെൻറ്ററിലാണ് EF വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അർത്ഥം എന്തോന്നാണ്? അപ്പം ഇത്ര നേരം പറഞ്ഞത് ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഇതാണ്. അപ്പം ഞാൻ ഒന്ന് വരച്ചു നോക്കാവേ. എ എന്ന് ഇന്റേർണൽ ടീത്ത് കാണും. അപ്പം എയുടെ സെൻറ്റർ ഇത്. ഓക്കെ, ഇനിയിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് സി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സി എന്ന് പറഞ്ഞൊരു ഗിയർ. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് സി, ഇത് എയും. എയും സിയും കൂടെ വേറൊരു ഗിയർ മെഷ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് എന്തോന്ന്? ബി. എന്നിട്ട് എയുടെ സെൻറ്ററിലാണ് EF എന്ന് പറയുന്ന ഈ ആം ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഈ ആമിൻ്റെ പേര് EF എന്ന് പറയുന്ന ആം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ വരുന്നത്. ഇപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് വായിച്ചിട്ട് മനസ്സിലായാലും കുഴപ്പമില്ല. മിക്ക സമയത്ത് നമുക്ക് ഈ സംഭവം തന്നിരിക്കും, ഇത് തന്നിട്ടായിരിക്കും ചെയ്യാൻ പറയുന്നത്. ശരി, ഇനിയിപ്പോൾ ഇങ്ങനെ തന്നാലും ഇതൊക്കെ കുറേ വട്ടം ഉണ്ടല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. വേറെ സിമ്പിളാണ്, ഒന്നുമില്ല. ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾ തുടങ്ങുക, ആ ഒരു സൈഡിൽ തുടങ്ങിയിട്ട് നിങ്ങളിങ്ങനെ വന്നാൽ മതി, കൂളായിട്ട് കിട്ടും. ഓക്കെ, നിങ്ങളിത് വരച്ചാൽ അതിനുശേഷം നിങ്ങൾ ബാക്കി പെട്ടി വരയ്ക്കുന്ന കാര്യം നോക്കുക. ഓക്കെ, ശരി, ഞാനിപ്പം എന്തോന്നെടുത്തു? ആദ്യം ആ പെട്ടി വരയ്ക്കുന്നതിന് മുന്നേ ആൻറ്റി ക്ലോക്ക് വൈസിനെ ഞാൻ പ്ലസ് ആയിട്ട് എടുത്തു, ക്ലോക്ക് വൈസിനെ ഞാൻ മൈനസ് ആയിട്ട് എടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ആ ബോക്സ് വരയ്ക്കും. ആദ്യം ആ ബോക്സ് എങ്ങനെ? സ്റ്റെപ്പ് നമ്പർ കൊടുത്തു. പിന്നെ കണ്ടീഷൻ ഓഫ് മോഷൻ കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത എന്തോന്നാണ്? ആം ആണ് വരയ്ക്കേണ്ടത്. ആം EF എന്ന് പറയുന്ന സാധനം ആണ് കൊടുത്തത്. ആം EFന് സ്പീഡ് ഓഫ് ആം EF ആണ്. അപ്പം അതിനെ എങ്ങനെ സൂചിപ്പിക്കാം? NEF എന്ന് പറഞ്ഞ് സൂചിപ്പിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഏതെങ്കിലും ഒരു ഗിയറിൽ തുടങ്ങുക. മൊത്തം എത്ര ഗിയർ ഉണ്ട് ഇതിൻ്റെ അകത്ത്? 1, 2, 3. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകുമല്ലോ ആ ഏതാ ഗിയർ ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ മൊത്തം എത്ര ഗിയർ ഉണ്ട്? 3 ഗിയർ ഉണ്ട്. ഏതാണ്? CBA അല്ലെങ്കിൽ ABC. ഓക്കെ, അപ്പം 3 ഗിയർ ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരെണ്ണത്തിൽ തുടങ്ങും. ഒന്നെങ്കിൽ എയിൽ തുടങ്ങി തൊട്ടുകൊണ്ടിരിക്കുന്ന ബിയിൽ തുടങ്ങി ബിനെ തൊട്ടുകൊണ്ടിരിക്കുന്ന സിയിലേക്ക് വരണം, അല്ലെങ്കിൽ സി തുടങ്ങി തൊട്ടുകൊണ്ടിരിക്കുന്ന ബി വന്ന് ബി തൊട്ടുകൊണ്ടിരിക്കുന്ന എയിലേക്ക് അങ്ങനെ വരണം. ഇപ്പം ഞാൻ മിക്കപ്പോഴും നമ്മൾ നടുക്കുന്ന് ബാഗ് പുറത്തേക്ക് പോകുന്നതാണ്, അങ്ങനെ പോവാം. അപ്പം സ്പീഡ് ഓഫ് ഗിയർ സി എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനെന്തോന്ന് കൊടുക്കാം? NC എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ അല്ലേ? NC എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി
സി തൊട്ടുകൊണ്ടിരിക്കുന്നത് ഏത് ഗിയറാ? സ്പീഡ് ഓഫ് ഗിയർ ബിനെയാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് എന്തോന്ന് കൊടുക്കാം? എൻ ബി എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ബി തൊട്ടുകൊണ്ടിരിക്കുന്നത് സ്പീഡ് ഓഫ് ഗിയർ എ എന്ന് പറഞ്ഞു കൊടുക്കാം. തൊട്ടുകൊണ്ടിരിക്കുന്നത് അതിനല്ലേ, അപ്പോൾ എ എന്ന് പറഞ്ഞു കൊടുക്കാം. എൻ എ എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പം പെട്ടി കംപ്ലീറ്റ്, ഇത് മണ്ടയ്ക്ക് വരച്ചത് കംപ്ലീറ്റ് ആയില്ലേ? ഇത്ര ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യണം? നോർമലി ചെയ്യുന്ന പോലെ ചെയ്യുക. ഓക്കെ, ശരി. ആദ്യം സ്റ്റെപ്പ് നമ്പർ കൊടുത്തു. കണ്ടീഷൻ ഓഫ് മോഷൻ എന്നാ? ആം ഫിക്സഡ് ആണ്, എന്നിട്ട് +1 റെവല്യൂഷൻ ടു ഗിയർ എ. എന്ന് ഞാൻ അപ്പോഴേ എഴുതിയതിന് കാരണം എന്താണെന്നറിയാമോ? എ ആണ് ആദ്യം, ആം കഴിഞ്ഞിട്ട് ആദ്യം എഴുതിയ അത് ഏതാണ്? എ ആണ്. അതുകൊണ്ടാണ് ഞാൻ എനെ ആദ്യം എഴുതിയത്. ഓക്കെ, ഇവിടെ ആം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആദ്യം ആരാണ് വരുന്നത്? സി. അപ്പൊ സീനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തോണം. ആം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എഴുതിയിരിക്കുന്ന ആരാണോ അതാണ് ഇവിടെ എഴുതേണ്ടത്. +1 റെവല്യൂഷൻ ടു ഗിയർ സി പറഞ്ഞു കൊടുത്തു. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര വരും? ആം ഫിക്സ്ഡ് എന്ന് പറയുമ്പോൾ 0, എൻ സി എന്ന് പറയുമ്പോൾ എത്ര വരും? +1 എന്ന് പറഞ്ഞു വരും. അപ്പോൾ സ്പീഡ് ഓഫ് ഗിയർ ബി എത്ര വരും? അപ്പോൾ അതിവിടെ മാറ്റി ചെയ്യുക. സ്പീഡ് ഓഫ് ഗിയർ ബി എന്ന് പറയുമ്പോൾ എൻ ബി ആണല്ലേ, അപ്പോൾ എൻ ബി ആദ്യം എഴുതുക. എൻ ബി ആരുമായിട്ടാണ് മെഷർ ചെയ്തിരിക്കുന്നത്? ആരുമായിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്? എൻ സിയുമായിട്ട്. അപ്പോൾ എൻ ബി ബൈ എൻ സി. ഓക്കെ അല്ലേ? ബി തൊട്ടുകൊണ്ടിരിക്കുന്ന ആരാ? സി കഴിഞ്ഞിട്ടല്ലേ ബിയിലേക്ക് പോയി. അപ്പോൾ ബിയും സിയുമാണ് കഥാപാത്രങ്ങൾ. അപ്പോൾ ബി എൻ ബി ബൈ എൻ സി = അങ്ങനെയാണെങ്കിൽ മറ്റേ രീതിയിൽ എങ്ങനെ എഴുതും? ടി സി ബൈ ടി ബി. ഇത് ഇങ്ങനെ ഓപ്പോസിറ്റ് വരണം. ഓക്കെ, അപ്പം എൻ ബി = ടി സി ബൈ ടി ബി ഇൻറ്റു എൻ സി. ഈ എൻ സി അപ്പുറം പോയി. ഇനിയിപ്പോൾ എൻ സിക്ക് നമ്മൾ വാല്യൂ എത്ര കൊടുത്തിരിക്കുന്നത്? +1 അല്ലേ? +1. അപ്പം 1 എന്ന് പറയുമ്പോൾ ടി സി ബൈ ടി ബി എന്ന് തന്നെ എഴുതിയാൽ മതി. അപ്പം ടി സി ബൈ ടി ബി. ഇനി നമ്മൾ ഇത് കൊടുക്കണ്ടേ? ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങിയാൽ ഇത് ഏത് ഡയറക്ഷനിൽ കറങ്ങും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസിൽ കറങ്ങും. ക്ലോക്ക് വൈസിൻ്റെ ചിഹ്നം മൈനസ്. അപ്പം ഞാനിവിടെ -ടി സി ബൈ ടി ബി എന്ന് കൊടുത്തു. ഓക്കെ, ശരി. ഇനി സ്പീഡ് ഓഫ് ഗിയർ എ ആണ് നോക്കേണ്ടത്, അതായത് എൻ എ. അപ്പോൾ അടുത്ത് എഴുതുക. എൻ എ എന്ന് പറയുന്നത് ആരുമായിട്ട് ഇപ്പം മെഷീനിലിരിക്കുന്നത്? എൻ എ ആരുമായിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്? എൻ ബി യു ആയിട്ട്. അപ്പം എൻ എ ബൈ എൻ ബി = ടി ബി ബൈ ടി എ. ഓക്കെ ആണോ? ഓക്കെ, ഇനിയിപ്പോൾ എൻ ബി അപ്പുറം കൊണ്ടുപോകും. അപ്പോൾ എന്നാ വരും? എൻ എ = ടി ബി ബൈ ടി എ എന്ന് പറഞ്ഞ് വരും. ശരിയല്ലേ? ഇൻറ്റു എൻ ബി. ഇനിയിപ്പം എൻ ബി നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ഇതാണ് ഇക്വേഷൻ. അതെടുത്തിട്ട് കൊടുക്കുക. ഈ മൈനസ് ഒന്നും കയറ്റിയിടണ്ട, അല്ലാതെ സംഭവം മാത്രം കയറ്റിയിടുക. അപ്പം എന്തോന്ന് വരും? ടി ബി ബൈ ടി എ ഇൻറ്റു എൻ ബിയുടെ സ്ഥാനത്ത് ഈ കണ്ടുപിടിച്ചത് എന്നതാണ്? ടി സി ബൈ ടി ബി. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാൻ നേരത്ത് എല്ലാ കേസിലും നമ്മൾ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ ഈ ടി ബിയും കൂടെ വെട്ടിപ്പോകും. എന്നിട്ട് എന്തോന്ന് വരും? ടി സി ബൈ ടി എ എന്ന് പറഞ്ഞു വരും. ഓക്കെ ആണോ? എൻ എ = ടി സി ബൈ ടി എ എന്ന് പറഞ്ഞു വരും. മനസ്സിലാവുന്നുണ്ടോ? ടി സി ബൈ ടി എ. അപ്പം അത് എഴുതി. ഓക്കെ, ഇതിപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ബി കറങ്ങുന്നത്. അപ്പോൾ എ ഏത് ഡയറക്ഷനിൽ കറങ്ങും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ സെയിം ഡയറക്ഷൻ ആണോ? കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഇന്റേണൽ ടീത്താണ്. അപ്പം ഒരു സാധനം ഇന്റേണൽ ടീത്താണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കോൺസെപ്റ്റ്. ഈ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഇതും കറങ്ങുന്നത്. അപ്പം ഇതും സെയിം ഡയറക്ഷൻ തന്നെയാണ്. അപ്പം മൈനസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതവിടെ കഴിഞ്ഞു. അപ്പോൾ സംഭവം പെട്ടി പൂർത്തിയാക്കിയില്ലേ? ഇനിയിപ്പോൾ അടുത്തത് 2. ആം ഫിക്സഡ് ആണ്. ഇനി +1 കൊടുത്ത സ്ഥലത്ത് +x എന്ന് പറഞ്ഞു കൊടുക്കുക. റെവല്യൂഷൻ ടു ഗിയർ സി എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇവിടെ 0 എഴുതുക. ഈ +1 കൊടുത്ത സ്ഥലത്ത് +x എഴുതുക. എന്നിട്ട് ഇതിനെല്ലാത്തിനും x ഗുണിച്ചു കൊടുക്കുക. -x ടി സി ബൈ ടി ബി -x ടി സി ബൈ ടി എ. ഓക്കെ, പക്കാ. ഇനിയിപ്പോൾ അടുത്തത് 3ാമത്തത്. ഇതെന്തോന്ന് കൊടുക്കാം? ആഡ് +y ടു ഓൾ എലമെന്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ആഡിങ് y ടു ഓൾ എലമെന്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ആഡിങ് y ടു ഓൾ എലമെന്റ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതിനെ +y കൊടുത്തു, ഇതിനെ +y കൊടുത്തു, ഇതിനെ +y കൊടുത്തു, ഇതിനെ +y കൊടുത്തു. എന്നിട്ട് ഇത് കൂടെ അപ്പം 4ാമത്തെ എന്തോന്നാണ്? ടോട്ടൽ മോഷൻ
ടോട്ടൽ മോഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഇത് കണ്ടുപിടിക്കാനുണ്ട്. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കിട്ടി നമുക്ക്. ഇത് കണ്ടുപിടിക്കുന്നതിൽ നമുക്ക് ഒരു തെറ്റും വരാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ഐഡിയ കറക്റ്റായിട്ട് ഒരു ഇതിലെടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കിട്ടും. അപ്പോൾ ടോട്ടൽ മോഷൻ 0 + y y x + y -x tc/tb + y. ഓക്കെ, ഇവിടെയോ -x tc/ta + y. ഓക്കെ, അപ്പം അങ്ങനെ എല്ലാം കിട്ടി. ഈ കിട്ടിയിരിക്കുന്നൊക്കെയാണ് എന്തോന്ന് ഫൈനലായിട്ടുള്ള ഇക്വേഷൻ. ഇനി ഇത് വെച്ചിട്ട് അവരെന്തോന്നാണ് ചോദിച്ചിരിക്കുന്നത്? എന്തുവാണ് ചോദിച്ചിരിക്കുന്നത്? EF ആം വന്നിട്ട് 18 RPM കറങ്ങുന്നത്. ആം എന്ന് പറയുന്നത് സംഭവം എന്തോന്നാണ്? ആം NEF എന്ന് പറയുന്ന സാധനം എത്ര RPM കറങ്ങുന്നു? 18 RPM. ഇതിനകത്ത് ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അതായത് ഇതിപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്നിരിക്കട്ടെ. ഓക്കെ, കൗണ്ടർ ക്ലോക്ക് വൈസിലാന്നിരിക്കട്ടെ. 18 RPM. അപ്പോൾ NEFന്റെ ഇക്വേഷൻ y = 18. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു വെച്ചാൽ അത് തന്നെ. ഇനിയിപ്പോൾ ഇത് ഗിയർ A ഈസ് ഫിക്സഡ്. NA എന്ന് പറയുന്ന സാധനം ഫിക്സഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NA ഫിക്സഡ് ആണെങ്കിൽ NA = 0 എന്നാണ് പറയേണ്ടത്. അപ്പോൾ NAയുടെ ഇക്വേഷൻ എന്താണ്? -x tc/ta + y = 0 എന്നാണ്. അപ്പോൾ y = 18 അറിയാം, TCയും TA നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് ഗിയർ A 72 പറഞ്ഞിട്ടുണ്ട്. TA എന്ന് പറയുന്നത് എത്രയാണ്? 72. അതുപോലെ ഏതാണ് TC എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 44 പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എഴുതിക്കൂടെ? -x വാല്യൂ അതിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിപ്പം ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പം -x TC എന്ന് പറയുന്നത് എത്രയാ? 44 × 44/TA എന്ന് പറയുന്നത് 72 + y എത്ര? 18 = 0. ഇപ്പോൾ കാൽക്കുലേറ്ററിൽ വേണമെങ്കിൽ അങ്ങനെ അടിച്ചു നോക്കാം, അല്ലെങ്കിൽ എല്ലാത്തിനെയും അപ്പുറം കൊണ്ടുപോയിട്ടാണെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം -α(x) ഇൻറ്റു എത്രയാ? 44/72 + 18 α = 0. ഷിഫ്റ്റ് സോൾവ് 0 ഇപ്പം എക്സിൻ്റെ വാല്യൂ എത്രയെന്ന് പറഞ്ഞ് കിട്ടി? 29.45 എന്ന് പറഞ്ഞ് കിട്ടി. ഇതാണ് എന്തോന്ന് എക്സിൻ്റെ വാല്യൂ. ഓക്കെ, ഇനിയിപ്പോൾ അവരെന്താ ചോദിച്ചിരിക്കുന്നത്? സ്പീഡ് ഓഫ് ഗിയർ ബിയും സിയും. ബിൻ്റെ സ്പീഡും സിൻ്റെ സ്പീഡും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. സ്പീഡ് ഓഫ് സി കണ്ടുപിടിക്കാം. NC = x + y എന്നാണ് ഇക്വേഷൻ. അപ്പം x + y എന്ന് പറയുമ്പോൾ 29.45 + y എന്ന് പറയുന്നത് 18. അപ്പം 29.45 + y എന്ന് പറയുന്നത് 18. അപ്പം എത്ര കിട്ടും? 47.45 RPM എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇപ്പം ഞാൻ എടുത്ത വാല്യൂ, അതായത് ടീത്തിൻ്റെ വാല്യൂ അതും മാത്രമല്ല RPMത്തിൻ്റെ വാല്യൂവും അതൊരു ഇതായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ പോയിന്റ് അടിച്ച് വരുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം x + y NC എന്ന് പറഞ്ഞ സാധനം കിട്ടി. ഇനിയിപ്പോൾ അടുത്ത് എന്തോന്നാണ്? NBയുടെ ഇക്വേഷൻ എന്താണ്? NBയുടെ ഇക്വേഷൻ -x tc/tb + y എന്നാണ്. ഇതിനകത്ത് TC നമുക്കറിയാം, TB നമുക്ക് അറിയത്തില്ലല്ലോ. ഓക്കെ, ഇനിയിപ്പം അതിലേക്ക് വരാം. അതായത് ഡയമീറ്റർ ഓഫ് ബി DB എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് A/2, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ. ഇതിൽ നിന്ന് ഇതിൻ്റെ റേഡിയസ് കുറച്ചാൽ പോരെ. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് DC/2. മനസ്സിലായോ? ഡയമീറ്റർ ഓഫ് ബി എന്ന് പറയുന്നത്
ഡയമീറ്റർ ഓഫ് ബി എന്ന് പറയുന്നത് ഇതാണ്. ഡയമീറ്റർ ഓഫ് ബി എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എയുടെ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ. എയുടെ റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ. ഈ ഒരു ഇതാണ് എയുടെ റേഡിയസ്. അതിൽ നിന്ന് ഈ സിന്റെ ഇത് ഇത്രയും കുറച്ച ബാലൻസ് കിട്ടുന്ന ഇതാണ് എന്തോന്ന്, നമുക്ക് ബിന്റെ ഡയമീറ്റർ അല്ലേ, അതാണ് എഴുതിയിരിക്കുന്നത്. ഡയമീറ്റർ ഓഫ് ബി, അതായത് ഫുൾ ഡയമീറ്റർ ഓഫ് ബി എന്ന് പറയുന്നത് DA/2 എന്ന് പറഞ്ഞാൽ എയുടെ റേഡിയസ് മൈനസ് സിയുടെ റേഡിയസ് അല്ലേ. ഇതിന്റെ റേഡിയസ് ഇന്ന് ഇതിന്റെ റേഡിയസ് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഇതിന്റെ ഫുൾ ഡയമീറ്റർ കിട്ടത്തില്ലേ, അതാണ്. അപ്പം ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതി. ഇതെന്ന് വെച്ചാൽ നമ്മൾക്ക് നേരെ ടീൻ്റെ ഫോമിൽ എഴുതാം. അതായത് TB = TA/2 മൈനസ് TC/2. ഓക്കെ, അപ്പം എന്തോന്ന് എഴുതാം, TA നമുക്കുണ്ട് എത്രയാ, 72/2 മൈനസ് 44/2. അപ്പം എത്ര വരും, 72/2 മൈനസ് 44/2 എന്ന് ചെയ്യുമ്പം 14 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം TB എത്ര എന്ന് കിട്ടി, 14 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, TB എന്ന് പറഞ്ഞ സാധനം 14 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം നമുക്ക് TB ഇവിടെ ഇട്ട് കൊടുക്കാം. X എത്രയാന്ന് കിട്ടി, 29.45 മൈനസ് 29.45. TC എത്രയാണ്, 44 × 44 TB എത്രയാണ് ഇപ്പം കണ്ടുപിടിച്ചു, 14 പ്ലസ് Y എത്രയാണ്, Y ഇവിടെ ഉണ്ടല്ലോ 18. ചെയ്യാൻ നേരത്തെ എത്ര കിട്ടും, മൈനസ് 29.45 ഇൻറ്റു 44/14 പ്ലസ് 18 = മൈനസ് 74.55 എന്ന് പറഞ്ഞ് കിട്ടും RPM. മൈനസ് വന്നിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇത് ക്ലോക്ക് വൈസ് ആണ്, ഇത് പ്ലസ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ഇഫ് ആണെങ്കിൽ ഇത് ക്ലോക്ക് വൈസ്, അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ NCയും ഇതും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, ശരിയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ ഈ ഒരു ഡെമോ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്.